ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി മാറ്റിയെന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം പോലീസ് ക്ലബ്ബിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2025 ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണപ്പാളികളും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയെന്ന കേസിലാണ് നടപടി. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ നിയമലംഘനം നടത്തി കൈമാറിയെന്നാണ് SIT കണ്ടെത്തിയത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരിൽ നിന്ന് ലഭിച്ച മൊഴികളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളുമാണ് അന്വേഷണം PS പ്രശാന്തിലേക്കും അജികുമാറിലേക്കും എത്താൻ വഴിയൊരുക്കിയത്. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. കൊല്ലം പോലീസ് ക്ലബ്ബിൽ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കോടതിയിലേക്ക് പ്രതികളുമായി പോയ വാഹനത്തിനു നേരെ യുവമോർച്ച പ്രവർത്തകർ മുട്ടയെറിഞ്ഞ് പ്രതിഷേധിക്കുകയും വാഹനം തടയുവാൻ ശ്രമിക്കുകയും ചെയ്തു. കേസിൽ കൂടുതൽ പ്രതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം.